ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്തമാനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോയിനി കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടുന്ന് ഞാൻ എൻ്റെ ആനക്കയത്തൊക്കെ തന്നെ പോന്നു കേട്ടോ. പിന്നെ രാത്രിയൊക്കെ ആയി, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രമൊക്കെ മോറിയിട്ടോ. ആ പണി കഴിഞ്ഞാൽ പിന്നെ വേഗം കഴിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ആ പരിപാടിക്കൊക്കെ വേഗം നിന്നിട്ട് പിന്നെ നാളെ എൻ്റെ ഉമ്മാൻ്റെ അടിക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഉമ്മാൻ്റെ അടിക്ക് പോകുമ്പോൾ നമുക്കൊരു തലേന്ന് കുറച്ച് ചെറിയ പണികളുണ്ടാവില്ലേ. അപ്പോൾ വീടൊക്കെ വേഗം ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ വൃത്തിയാക്കി വെച്ചാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ പെട്ടെന്ന് പണി കഴിക്കാം. അങ്ങനെയൊക്കെ ഓരോ ഇതാണല്ലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടിട്ട് പോകണം. ഞങ്ങളൊരു 2-2:30 ആവുമ്പോഴാട്ടോ 2:30 ആവുമ്പോൾ പോകാൻ വിചാരിച്ചിട്ടോ. അപ്പം പിന്നെ മക്കളെ മദ്രസയൊക്കെ വിട്ട് കഴിഞ്ഞു ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ വിചാരിച്ചു കിട്ടും. അപ്പോൾ നമ്മളെ വീട്ടിലെ പണിയൊക്കെ കഴിയും, ഒരുവിധമൊക്കെ കഴിയും ചെയ്യുമല്ലോ. അപ്പം അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള ഇതാക്കണം കേട്ടോ. അന്നിക്ക് പിന്നെ കടക്കയും ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചു കേട്ടോ. കടക്കല്ല, വിരിപ്പും അതേപോലെ തന്നെ അതിൽ കുറച്ച് ഞാൻ പറഞ്ഞില്ല എവിടേക്കും പോവാറുണ്ട്. പിന്നെ ആകെ വലിച്ചിട്ടാവും റൂമൊക്കെ കിടക്കുക. എന്താ പറയുക, എത്ര നമ്മൾ എവിടേക്കും പോവാറുമ്പോൾ ആകെ വലിച്ചിട്ടും പിന്നെ ഒക്കെ എടുത്ത് വെച്ചാലും പോകാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായിട്ടും കാണാനില്ലാത്തപ്പോൾ എന്തായിട്ടും ഉള്ളതൊക്കെ വലിച്ചിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ ആയുമ്പോൾ നമ്മൾ കുറച്ച് മടക്കി വെക്കാനൊക്കെ ആയിട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ സ്വഭാവം വീട്ടിലുണ്ടോ ഉണ്ടെങ്കിൽ എന്ന് പറയണത്തെ. എവിടേക്കും പോകുമ്പോൾ നമ്മൾ എത്ര റെഡിയാക്കി വെച്ചാലും എന്തെങ്കിലും കാണില്ല. മക്കളൊക്കെ കിളിപ്പോ ബണ്ണോ അറിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അപ്പോൾ നോക്കാൻ നേരം കുറേ പോകും. അപ്പോൾ നമ്മളില്ല വലിച്ചിടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നേരം അങ്ങനെ പോകും കേട്ടോ. അപ്പം മടക്കി വെച്ച് കഴിഞ്ഞപ്പോൾ നാളേക്കൊക്കെ ഉമ്മാൻ്റെ അടിക്ക് പോകുമ്പോൾ കുറച്ച് റെഡിയാക്കാണ്ട് നമ്മൾ ഓരോ കൂട്ടം നമ്മൾ വ്യാഴാഴ്ച പോയി വെള്ളിയാഴ്ച തന്നെ വരും കേട്ടോ. അപ്പം അതിനുള്ളത് എന്നാലും പോവാ അറിയുമ്പോൾ ഒരു ഇതാണല്ലോ തലേനേ ഒരുക്കങ്ങളും ഇതൊക്കെ ആണില്ല. അപ്പോൾ എവിടേക്കും പോവാ അറിയുമ്പോൾ ഈ വിരിച്ചിട്ടൊന്നും കാര്യമല്ല കേട്ടോ. അപ്പം ജന്ന ആ വിരിയും ഇതാക്കൂട്ടോ. ഓള് വലിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ. അപ്പം പിന്നെ ഇതാക്കി വിരിച്ചിട്ടോ. എങ്ങനെ നമ്മൾ ഈ കിടക്കൻ്റെ അടിയിൽ തിരികെ വെച്ചാൽ ഓള് അടുത്താണ്ട് ഇതാക്കൂട്ടോ. അപ്പം പിന്നെ ഒന്ന് വിരിച്ചു കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ നല്ല ഇതിലുള്ള ഉറങ്ങിയിട്ട് നല്ല ഇതിൽ വിരിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലോൾ കേടെടുത്തുമ്പോൾ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉറങ്ങിയൊക്കെ നീച്ചോ രാവിലെ ചായയൊക്കെ കുടിച്ചോ ഇത് പിറ്റേന്ന് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് നമ്മൾ ഇത് വ്യാഴാഴ്ച രാവിലെ കേട്ടോ. നമ്മൾ ബുധനാഴ്ചത്തതാണെങ്കിൽ വൈകുന്നേരത്തതാണെങ്കിൽ എടുത്ത് അപ്പോൾ പായൊക്കെ ഉറങ്ങി നീച്ചു. നമ്മളെ പായൊക്കെ ഒന്ന് മടക്കിയൊക്കെ വെച്ചിട്ടോ. ജനൻ്റെ അപ്പം തന്നെ നീച്ചണം കേട്ടോ. ഇന്നൊക്കെ നേരത്തെ കാലത്തൊക്കെ നീച്ചണം. നമ്മൾ എവിടേക്കും പോകാൻ അറിയുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലേ. ഒരു ഉഷാറാണല്ലോ നമുക്ക് പണിയെടുക്കാനും എന്താ എങ്ങനെ പണി കഴിയണതും അറിയില്ല അല്ലേ. അപ്പോൾ വേഗം ആ പണികളൊക്കെ വേഗം മടക്കി വെക്കാനും പിന്നെ ഞാൻ ഇത് കടല ഇതാക്കിക്കാണ് കേട്ടോ. കടല പീങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ വാട്ടിയാണ് പച്ചണ കടല കുക്കിച്ചാണ്ട് ഉള്ളിയൊക്കെ വാട്ടിയാണ്ട് ഉണ്ടാക്കൽ. ഉള്ളി മുട്ടൊക്കെ പൊടിയാക്കിയാണ്ട് അങ്ങനെ ഉണ്ടാക്കൽ. എന്നിട്ട് ഈ പട്ടണി കടല നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാണ്ട് വേവിച്ചുണ്ടാക്കി അപ്പം അങ്ങനെ ആക്കിക്കാണ് കേട്ടോ. അപ്പം മക്കൾക്കൊക്കെ അങ്ങനെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതും ചായ ഇങ്ങനെ കുടിച്ചാൽ അപ്പം അതങ്ങനെ ഉണ്ടാക്കി കൊണ്ട് പണി വേഗം ഉണ്ടായില്ല നമുക്ക്. അപ്പം എളുപ്പമുള്ള പണികളാട്ടോ നോക്കുക എവിടേക്കും പോകാനൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ ചോറുണ്ടാക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടാൻ ഉണ്ടാക്കണം. പിന്നെ പോവാ അറിയുമ്പോൾ പിന്നെ ചോറൊന്നും മാണ്ടിയിട്ടില്ല. എന്താ അറിയില്ല, ചോറൊന്നും തിന്നാൻ പോകില്ല. എൻ്റെ പോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇതൊക്കെ എവിടേക്കും പോവുക വിരുന്ന് പോവുക അറിയുമ്പോൾ പിന്നെ നമുക്ക് ഈ പോകുന്ന തിരക്കാവും, തിന്നാനൊന്നും മാണ്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് പിന്നെ ജന്നൻ്റെ ഡ്യൂട്ടിയാണല്ലോ തൽക്കിന് കൊണ്ടുപോയി അത് ഓള് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കിനൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ എന്താണ് ഈ ജന്നക്കാണെങ്കിൽ ഒരു ഇതാണ് രാവിലെ നേരത്തെ നീച്ചിട്ടാണോ നേരത്തെ നീച്ചലൊക്കെ ഉണ്ട്. രാവിലെ ഒന്ന് നീച്ച പാടൊന്നും കുഴപ്പമില്ല. പിന്നെ ഓളങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നില്ല. അങ്ങനെ ഇന്ന പണിയെടുക്കാനൊന്നും അയക്കണില്ല. ഓളങ്ങനെ എടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. ചണി പഠിച്ചോനെ നമുക്ക് എവിടേക്കും പോകാൻ പറയുമ്പോൾ വേഗം പണി വെച്ച് കുളിച്ച് വേഗം മാറ്റി റെഡി ആവാനില്ല ഇതിലാണ് ഇനി കേട്ടോ. അപ്പോൾ ഓൾ ഇന്ന് പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ വേഗം തന്നെ അടിച്ചാരി ഇനി തുടക്കണോ മാണ്ടയൊക്കെ വിചാരിച്ചു. അല്ലെങ്കിൽ അടിച്ചാരി പോവുകയൊക്കെ വിചാരിച്ചു കേട്ടോ. ഇനി തുടക്കൊന്നും വേണ്ട, ഇനി വന്നിട്ട് നാളെ വന്നിട്ട് ഒക്കെ തുടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്ന് അടിച്ചേരിട്ട് പോവുക വിചാരിച്ചു. എന്നാലും തുടച്ചതാണ്, ചളിയൊന്നും പിന്നെ വല്ലാതെ ഇല്ല. അപ്പം അങ്ങനെ വിചാരിച്ചു. അതിന് തിരുമ്പാനൊക്കെ ഉണ്ടെന്ന്. തിരുമ്പൽ നമ്മൾ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ തന്നെ കുറേ പണി കഴിഞ്ഞല്ലോ. അപ്പം തുടക്കാനൊന്നും നിൽക്കണില്ല, വേഗം ഇതാക്കാൻ നിന്നോട്ടോ. അപ്പം പിന്നെ ഒന്ന് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തക്കാളി കൂട്ടാൻ കഴിഞ്ഞാൽ വെള്ളമില്ലാതെ നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ തക്കാളി കൂട്ടാൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മളെ ഇതും ഉണ്ട്, പേരി ഉണ്ടാക്കുന്നുണ്ട്, ഇണ്ണിത്തണ്ടല്ലാത്ത അതിൻ്റെ പേരിപ്പോൾ കിട്ടണമില്ല. അപ്പോൾ നമ്മൾ ഈ വായൻ്റെ ഇതുണ്ടാവില്ല, പൂവോ എന്താ പറയുക പേര് കിട്ടണില്ല, അതിൻ്റെ ഒരു പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് മതി വിചാരിച്ചു. പിന്നെ ഉണ്ടാക്കാനുള്ളൂ, ചിലപ്പോൾ തിന്നാനൊന്നും വേണ്ടി വരില്ല കേട്ടോ. പണി എന്നാലും ഉണ്ടാക്കി വെച്ചൊരു സമാധാനം എന്ന് പറയാമല്ലോ നമ്മളെ. അപ്പോൾ അതിനും വേണ്ടി ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ വേഗം പാത്രമൊക്കെ മോറാൻ വേണ്ടി ഇരുന്നോട്ട് അടുക്കളയിൽ. അപ്പോഴത്തേക്കും ജന്നാൻ്റെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടോ.
പെരും കരച്ചിൽ വെറുതെ കാര്യം ഓളെടുത്താണ്ട് ഞാൻ അങ്ങനെ നടക്കാൻ അല്ലെങ്കിൽ ഓളോട് വർത്താനം പറഞ്ഞ് നിൽക്കാൻ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പം നമുക്ക് നമ്മളെ പണി നടക്കല്ലേ, നമ്മളെ പണി പോവല്ലേ, പോവുക എന്ന് വെച്ചാൽ നേരം വെക്കുകയാണല്ലോ നമ്മളെ പണി, വേഗം പണി ഇതാക്കുക. അത് ചില ദിവസങ്ങളങ്ങനെ നമ്മൾക്ക് വേഗം പണി കഴിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചുമ്പോൾ അന്ന് മക്കൾക്ക് അധികം ഒരു പഠിപ്പിച്ചലും കരച്ചിലും ഒക്കെ ആണല്ലോ അല്ലേ. അപ്പോൾ പിന്നെ കുറേ ഓളെയും കൊണ്ട് കഴിയുന്ന പണികളൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് പോകുമ്പോൾ ഇടാനുള്ളത് മക്കൾക്കും ഇൻ്റെതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു വിട്ട് കഴിഞ്ഞ് പോകാൻ തപ്പി തരേണ്ട വിചാരിച്ചിട്ട് ഓരോന്നൊന്നും എടുത്ത് വെച്ച് പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇടാനുള്ളതൊന്നും ഒരു കൂട്ടം എടുത്ത് വെച്ചു കേട്ടോ. പിറ്റേന്ന് നമ്മൾ പോരല്ലോ, അപ്പോൾ ഒരു കൂട്ടം മതിയല്ലോ. പിന്നെ ഇത് എടുത്ത് വെച്ചു, ജന്നൻ്റെ ഒക്കെ ഒന്ന് എടുത്ത് വെച്ചു, അങ്ങനത്തെ പരിപാടികളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ജന്നാണ് ഈ അടിയിൽ നിൽക്കണേ അല്ല കേട്ടോ. അപ്പോൾ അടുക്കളയിൽ പാത്രം മോറാനും തിരുമ്പാനൊക്കെ ഉണ്ട് കേട്ടോ. ഇനി മക്കൾ മതിച്ച് വിട്ട് കഴിഞ്ഞിട്ട് ഓളടുത്ത് നിൽക്കുകയാണെങ്കിൽ മക്കളൊത്താക്കിയാണ് തിരുമ്പാനൊക്കെ പോകണം. അപ്പം അങ്ങനെ എന്നാലും നമുക്ക് പോകാൻ അറിയുമ്പോൾ ഒരു എന്തൊക്കെ ഒരു ഇതാണല്ലോ. അപ്പം അതിൻ്റെ അപ്പം ഞാൻ ഞല്ലുവിൻ്റെ ബാഗോ ഇൽഫൻ്റെ സ്കൂൾ കൊണ്ടുപോകുന്ന ബാഗ് അങ്ങനത്തെ എന്തെങ്കിലും ബാഗിലിട്ട് പോകാൻ എൻ്റെ മക്കളെ കയ്യിൽ കൊടുത്താൽ മക്കൾ ബാഗ് ഇടല്ല തോളിലിട്ട് പോകുമല്ലോ. അപ്പം നമുക്ക് ബസ്സിൽ പോകുമ്പോൾ സുഖമാവും. അല്ലെങ്കിൽ നമ്മളെ ഇതാവുമ്പോൾ നമുക്ക് കവറ് പിടിച്ചുമ്പോൾ നമുക്ക് കഴിയില്ല, കുട്ടീനെയും കൊണ്ട് കഴിയില്ല. അപ്പോൾ പിന്നെ മക്കളെ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ അഞ്ഞപ്പോൾ പോകുമ്പോഴത്തേനും നമ്മളെ ചെടികളൊക്കെ ഉണ്ട്. ഞാൻ കോണിമേൽ 2 ചെടി വെച്ചാണ് കേട്ടോ. അപ്പോൾ ആ ചെടികൾക്ക് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പാർന്ന് കൊടുക്കട്ടെ. പിന്നെ ഇനി പോകുമ്പോൾ ചിലപ്പോൾ മറന്നാൽ പിന്നെ നാളെയും വെള്ളം പാരാൻ കഴിയലുണ്ടാവില്ല. അപ്പം ഇന്ന് പാർന്ന് കൊടുത്താൽ പിന്നെ നാളെ പാരാണ്ടല്ലോ. അപ്പം ഇന്ന് വേഗം വെള്ളമൊക്കെ ഒന്ന് പാർന്ന് കൊടുത്തിട്ട് ഓർമ്മല്ല പണികളൊക്കെ വേഗം ചെയ്തു കിട്ടാം. അപ്പോൾ ഇന്ന് പാർന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് നാളെയൊക്കെ വെള്ളം ഉണ്ടാവില്ല, കിട്ടൂലല്ലോ. അപ്പം ഇനി വാടിപ്പോയാലും അപ്പോൾ വേനലും അല്ലേ. അപ്പം നമ്മളിത് കിളിക്കൂടാണ് കേട്ടോ. എൻ്റെ ഇക്ക പണിയെടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്, റബ്ബർ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ജസ്റ്റായപ്പോൾ ഞാൻ അത് അവിടെ അങ്ങനെ വെച്ചു കേട്ടോ. വലിച്ചെരാൻ തോന്നണില്ല കേട്ടോ കണ്ടപ്പോൾ. അപ്പോൾ പിന്നെ അപ്പം ജന്നാൻ്റെ പഠിപ്പിച്ചിൽ പിന്നെയും തുടങ്ങിന് കേട്ടോ. അപ്പം പിന്നെ ഓളെ കുറേ എടുത്തോളെ കളിപ്പിച്ചാനൊക്കെ കുറേ നോക്കിയിട്ടാണ്. കളിച്ചാണ്ട് കുറച്ച് നേരം നിൽക്കണമെങ്കിൽ ഓൾ കളിച്ചിക്കണമെങ്കിൽ നമുക്ക് വേറെ പരിപാടികൾ ചെയ്യാമല്ലോ, അത് വിചാരിച്ചിട്ട് കേട്ടോ. എവിടെ ഓൾക്ക് ഞാൻ കളിപ്പിച്ചുമ്പോൾ ഓൾക്ക് നല്ല അത് ഞാൻ അടിയിൽ വെച്ചാൽ പിന്നെ ഓൾ തുടങ്ങും കേട്ടോ ഓരോ കച്ചറിയും കൂട്ടങ്ങളൊക്കെ കഴിഞ്ഞാണ്ട്. അപ്പം നല്ല കുട്ടിയാണ്, കളിച്ചോട്ടൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഉമ്മച്ചി പണിയെടുക്കാൻ പോകട്ടെ ഒക്കെ ചോദിച്ചപ്പോൾ മാണ്ട അറിയാണ്, തല കുലിക്കാനും മാണ്ട പണിയെടുക്കാൻ പോകാണ്ട് ഓളടുത്ത് കളിച്ചാൽ. ഞാൻ നീച്ചപ്പത്തിന് ഓൾ പിന്നെയും കരഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പണികൾ നേരം വെക്കും, നമ്മൾ വെറുതെ ഇങ്ങനെ നേരം വെക്കുമ്പോൾ ഒരു ഇതാണ് നമുക്ക്. എന്താ ഞാൻ പോകാനും ഉണ്ട്, പോകാനില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ പിന്നെ കുറേ ഓളെ കളിപ്പിച്ചാണ്ട് വലിയ നീച്ചാനൊക്കെ പറ്റുമെന്ന് നോക്കിയിട്ട്. അപ്പോൾ ഉള്ളിങ്ങനെ കളിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ വലിയ നീച്ച കോണിമ തിരുമ്പാലും അതൊക്കെ ഒന്ന് കൊട്ടിക്ക് ഇട്ടിട്ട്. അപ്പോൾ തന്നെ പോകണ്ട അമ്മച്ചേ എന്താ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. പോകണ്ടാണ്ട് കൈയോടെ കാങ്ങിയും കാട്ടി ഓൾ കയറിയാൻ നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ വേഗം പിന്നെ ഓളടുത്ത് നിന്നു. പിന്നെ കുറച്ച് നേരം ഓളപ്പം കളിപ്പിച്ചു കേട്ടോ. ഇനി പണിയെടുക്കണ്ട, ഓളപ്പം കളിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എവിടേക്കും പോവാണ്ട് അറിയുമ്പോൾ പിന്നെ മക്കൾക്കില്ല ഇതാണില്ല പറഞ്ഞ പോലെ കുറച്ച് ഒന്നും നല്ല രീതിയിൽ ചിലപ്പോൾ കളിച്ചു കൂട്ടും. അവിടേക്ക് നമുക്ക് പോകണം, എന്തെങ്കിലും വേഗം പണി കഴിക്കണം വന്ന് അധികം എടുത്ത് നടക്കലൊക്കെ ആണ്. അപ്പം ഇന്നിപ്പോൾ അധികം ഉള്ള എടുത്ത് നടക്കലാണ് കേട്ടോ. പിന്നെ വിചാരിച്ചത് അല്ലെങ്കിൽ മക്കളും അധികം 10 മണി കഴിയാൻ മക്കളെത്തും, അത് കഴിഞ്ഞിട്ട് ബാക്കി വലിയ പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഓളപ്പം അങ്ങനെ കളിച്ച് നിന്ന് ഉണ്ടാക്കിയ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നു കിട്ടോളെ. പിന്നെ പെരിക്കിലതൊക്കെ പിന്നെ മക്കൾ വന്നതിൻ്റെ ശേഷം നുറുക്കിയിട്ടോ. വേഗം ഉപ്പേരിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉപ്പേരിയും തക്കാളി കൂട്ടാനും പിന്നെ ഇന്നലത്തെ മുളക് പൊരിയൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് അതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.